ഹലോ ടൈറ്റൻസ്. ഏതൊരു സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഏതൊരു എൻവയോൺമെന്റിൽ അഡാപ്റ്റ് ആകുന്നതും മനുഷ്യന്റെ വലിയൊരു കഴിവാണ്. എന്നാൽ എത്രത്തോളം അഡ്ജസ്റ്റബിൾ ആണെന്ന് പറഞ്ഞാലും ചിലരോട് മാത്രം നമുക്ക് ഒരിക്കലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സൊസൈറ്റി കണ്ടിട്ടും കണ്ടില്ല എന്നടിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചാണ്. അതും ജസ്റ്റ് അവർക്ക് നോർമൽ ആൾക്കാരെ പോലെ സംസാരിക്കാൻ പറ്റില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല, സ്വന്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻസ് കൊണ്ട് ബാധിക്കപ്പെട്ട ആ കുട്ടികളെ കുറിച്ചാണ്. ഞാൻ ഈ കുട്ടികളെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്, ട്രെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഇതെൻ്റെ ഒരു ജോലി മാത്രമല്ല, ഇതെൻ്റെ ലൈഫ് തന്നെയാണ്. എല്ലാവരും പറയുന്നത് ഈ കുട്ടികൾ വ്യത്യസ്തരാണെന്നാ. എന്നാൽ ഞാൻ പറയും ഇവർ വളരെ ടാലന്റഡ് ആണെന്ന്. ടൈറ്റൻസ്, ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അവരെ ആരും ജഡ്ജ് ചെയ്യില്ല. അവിടെ അവർക്ക് വളരെ സെക്യൂറായിട്ട് ഫീൽ ചെയ്യും. ആരും അവരെ തുറച്ചു നോക്കില്ല, അവിടെ ആരും അവരെ കളിയാക്കില്ല. ഞാൻ അവിടെ അവരെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ലൈക്ക് ചോക്ലേറ്റ്സ്, മാഗ്നറ്റ്സ്, പിന്നെ ഹാൻഡ് ബാഗ്സ് പെയിന്റ് ചെയ്യാൻ, പേപ്പർ ബാഗ്സ് ഉണ്ടാക്കാൻ, ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ. അവരിതൊക്കെ വളരെ ആസ്വദിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ ഈ കുഞ്ഞുങ്ങൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള എൻ്റെ പരിശ്രമത്തിന്റെ പേരാണ് SRS കർമ്മ ക്രാഫ്റ്റ്സ്. SRS കർമ്മ ക്രാഫ്റ്റ്സ് ഈ കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്, അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അവർക്ക് ട്രെയിനിങ് നൽകുന്നു. അതുപോലെ അവരുണ്ടാക്കുന്ന ആ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം വിറ്റിട്ട് അവരെ എംപ്ലോയബിൾ ആക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരുപാട് ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്, ഇങ്ങനത്തെ സ്കൂൾസ് ഉണ്ട്. പക്ഷേ എംപ്ലോയ്മെന്റിന് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ SRS കർമ്മ ക്രാഫ്റ്റ്സ് മുഖേന ഞാൻ പോയി ആ സ്റ്റഡി സെന്റേഴ്സിലും ആ ട്രെയിനിങ് സെന്റേഴ്സിലും അവർക്കൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ആ സ്കിൽസും ഉണ്ടാവണം, ഒപ്പം തന്നെ എംപ്ലോയ്മെന്റും കിട്ടണം. സോ ഇന്നിവിടെ ടൈറ്റൻസ്, ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു, നിങ്ങളുടെ ഗൈഡൻസ് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എൻ്റെ ഈ വിഷൻ സപ്പോർട്ട് ചെയ്യുമോ? നമ്മുടെ ടൈറ്റൻസ്, നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ബിസിനസ് മോഡൽ മനസ്സിലാക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ മിഷൻ എങ്ങനെയാണ് തുടങ്ങിയത്? ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തത് സൈക്കോളജിയിലായിരുന്നു. അവിടുന്ന് ഞങ്ങളെ സ്കൂൾ വിസിറ്റ്സിന് കൊണ്ടുപോയിരുന്നു, സ്പെഷ്യൽ സ്കൂൾസ് വിസിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വന്ന് ട്രെയിനിങ് എടുക്കണമെന്ന്. അങ്ങനെ ഇതേ കുട്ടികളുടെ കൂടെ തന്നെ വന്ന് ജോലി ചെയ്യണമെന്ന് ഞാൻ അന്ന് തീരുമാനിച്ചു. ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുമായിട്ട് എനിക്ക് എന്തോ ഒരു പ്രത്യേക ബന്ധമുണ്ട്. ഞാൻ എപ്പോഴും പറയും, നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിലും ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ചൈൽഡിനെ അഡോപ്റ്റ് ചെയ്യണം എന്ന്. ഞാൻ പറഞ്ഞ ഉടനെ എന്നെ ഭഗവാൻ എൻ്റെ ആഗ്രഹം കേട്ടു. നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ട, സ്വന്തം കുഞ്ഞിനെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. ഐ കൺസീവ്ഡ് and God blessed me with a child, a son who has autism. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവൻ അസുഖമായിരുന്നു. ഈ ലോകത്തിൽ എല്ലാവരും ജീവിക്കേണ്ടതല്ലേ? അങ്ങനെയാണ് ഞങ്ങൾ SRS കർമ്മ ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ ഈ കമ്പനിയിൽ ഞങ്ങൾ കുട്ടികൾക്ക് പ്രത്യേകം ട്രെയിനിങ് നൽകുന്നുണ്ട്. എല്ലാവർക്കും ബേക്കിങ്ങിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ചോക്ലേറ്റ്സ് ഉണ്ടാക്കും, കുക്കീസ് ഉണ്ടാക്കും, കേക്ക് ഉണ്ടാക്കും. ചിലർക്ക് ഡാൻസിലാണ് താല്പര്യം, ചിലർക്ക് കമ്പ്യൂട്ടറിലാണ് താല്പര്യം. അപ്പോൾ അവരുടെ ആ താല്പര്യം അനുസരിച്ച് ഞങ്ങൾ അവർക്ക് ട്രെയിനിങ് നൽകി വരുന്നു. ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ വിഷമം മനസ്സിലാക്കിയത്. അതായത് എന്താ പറയാ, എൻ്റെ തോളിലെ ഭാരം വേറൊരാൾ കൂടെ ഷെയർ ചെയ്തതുപോലെ തോന്നുന്നു. കർമ്മ ക്രാഫ്റ്റ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ അടയാളം ഒരിക്കലും ഒരു ചോദ്യചിഹ്നമല്ല, അതാണ് അവരുടെ കഴിവ്. ഇത് പ്രതീക്ഷയുടെയും സഹാനുഭൂതിയുടെയും അവസരത്തിൻ്റെയും കഥയാണ്. ഇവിടെ എബിലിറ്റീസിനാണ് ഡിസബിലിറ്റീസിനേക്കാളും മുൻതൂക്കം. ഇതാണ് SRS കർമ്മ ക്രാഫ്റ്റ്സ്.